ഡിജിറ്റൽ ലോകത്ത് മക്കളെക്കുറിച്ചോർത്ത് ആശങ്കപ്പെടാത്ത ആകുലപ്പെടാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല. കുട്ടികളുടെ സൗഹൃദങ്ങൾ, പ്രണയം, സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ എല്ലാത്തിലും ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൗമാരപ്രായമാണെങ്കിൽ പറയുകയും വേണ്ട. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഒരിക്കൽ പോലും കാണാത്തവരെ ഇഷ്ടപ്പെടുകയും പിന്നീട് ചതിക്കപ്പെടുകയും ചെയ്യുന്ന കുട്ടികൾ. പത്തനംതിട്ടയിൽ 60ഓളം പേർ ലൈംഗികമായി ചൂഷണം ചെയ്ത പെൺകുട്ടിയും കൊല്ലം കൊട്ടാരക്കരയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം ഒളിച്ചോടിയ 17കാരിയും ഇതിൻ്റെ ഇരകളാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രതികളുള്ള പത്തനംതിട്ട പോക്സോ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവൾ ചൂഷണത്തിന് ഇരയായത്? ആ കേസിൽ ആരൊക്കെയാണ് പ്രതികൾ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അയൽവാസിയായ യുവാവുമായുള്ള സൗഹൃദമാണ് പത്തനംതിട്ട സ്വദേശിനിയായ പെൺകുട്ടിയുടെ ജീവിതം തകർത്തത്. അയാൾ പ്രണയം നടിച്ച അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. പിന്നീട് പീഡന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പ്രചരിപ്പിച്ചു. ആ ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം അവളുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ചു. അങ്ങനെ 60ഓളം പേരാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ ജീവിതം പിച്ചി ചീന്തിയത്. അതിൽ പ്രായപൂർത്തിയാകാത്ത അവളുടെ സഹപാഠികളുമുണ്ട്. പത്തനംതിട്ട പോക്സോ കേസിനെ കുറിച്ച് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ആ കഥകൾ കേട്ട് ഞെട്ടിയതാണ്. അങ്ങനെയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതികളുള്ള കേസായി ഇത് മാറുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസം തികയും മുൻപേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. 59 പ്രതികളുള്ള കേസിൽ വിദേശത്തുള്ള 2 പേർ മാത്രമാണ് ഇനി പിടിയിലാകാനുള്ളത്. കേരളത്തെ ഞെട്ടിച്ച പോക്സോ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അയൽവാസിയും സഹപാഠിയും സുഹൃത്തുമടക്കമുള്ള 59 പേരാണ് കേസിൽ പ്രതിയായിട്ടുള്ളത്. ഇതിൽ 57 പേരെ അറസ്റ്റ് ചെയ്താണ് പോലീസ് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി 1 കുറ്റപത്രം സമർപ്പിച്ചത്. വിദേശത്തുള്ള 2 പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷനുകളിലായി 30 കേസുകളാണ് എടുത്തത്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പട്ടികജാതി പീഡന നിരോധന നിയമം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് കേസ്. പെൺകുട്ടിയുമായി സൗഹൃദത്തിലായ യുവാവാണ് ആദ്യം പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ഈ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്താണ് മറ്റു പ്രതികൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പത്തനംതിട്ട, റാന്നി എന്നിവിടങ്ങളിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചും പെൺകുട്ടി ക്രൂരപീഡനത്തിന് ഇരയായി. പെൺകുട്ടിയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സഹായകരമായത്. ഒട്ടേറെ അപൂർവതകളുള്ള കേസാണിത്. പീഡന പരമ്പര സ്ഥിരീകരിക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർ പ്രതികളായ സംഭവം. പ്രതിപട്ടികയിൽ പ്രായപൂർത്തിയാകാത്ത 5 പേരുമുണ്ട്. ഇലവന്തിട്ട സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ഇലവന്തിട്ടയിൽ 17ഉം പത്തനംതിട്ട സ്റ്റേഷനിൽ 12ഉം മലയാലപ്പുഴ, പന്തളം, കല്ലമ്പലം സ്റ്റേഷനുകളിൽ ഓരോ കേസ് വീതവും രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് 2 പ്രതികളെ ഇനി പിടികിട്ടാനുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. നിങ്ങളുടെ മക്കൾ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കോ സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നോ പറഞ്ഞ് പുറത്തു പോകാറുണ്ടോ? അവർ എവിടെയാണ് പോകുന്നതെന്ന് മാതാപിതാക്കൾ ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കണം. അച്ഛനമ്മമാരുടെ നുണ പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന കുട്ടികൾ പല കെണികളിലും വീണേക്കാം. കൊല്ലം കടക്കിൽ നിന്ന് 2 മാസം മുൻപ് 17കാരിയെ കാണാതായ കേസ് അന്വേഷിച്ചപ്പോഴാണ് മകൾ പീഡനത്തിനായ വിവരം മാതാപിതാക്കൾ അറിഞ്ഞത്. കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ പെൺകുട്ടി കാമുകനൊപ്പം കറങ്ങാൻ പോയതാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പരവൂർ സ്വദേശിയായ അഭിനന്ദ് 17കാരിയെ പലയിടങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. കൊല്ലം പരവൂർ പുഴിക്കര സൗപർണികയിൽ അഭിനന്ദാണ് അറസ്റ്റിലായത്.
കടക്കൽ സ്വദേശിയായ 17-കാരിയെയാണ് ഇയാൾ നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പരവൂർ ബീച്ചിലും വാഗമണ്ണിലും എത്തിച്ച് കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. രണ്ടു മാസം മുമ്പാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. അന്ന് തന്നെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. മാൻ മിസ്സിംഗിന് കേസെടുത്ത് അന്വേഷണം നടത്തിവരവെയാണ് പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയത്. പോലീസ് പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നുവെന്നാണ് പറഞ്ഞത്. തുടർന്ന് വീട്ടിലെത്തിയ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് നൽകി. തുടർന്നാണ് പീഡന വിവരങ്ങൾ കുട്ടി വെളിപ്പെടുത്തിയത്. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ബേക്കറിയിൽ ജോലി ചെയ്തു വരവെ അഭിനന്ദിനെ പരവൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. മക്കൾ തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് സ്വാഭാവികമാണ്. വാത്സല്യത്തോടെ ചെറിയ ശിക്ഷകൾ നൽകുമ്പോൾ രക്ഷിതാക്കളോടുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ നിസ്സാര കുറ്റത്തിന് കുഞ്ഞുങ്ങളുടെ മനസ്സും ശരീരവും വേദനിപ്പിച്ചാൽ അതെന്നും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കും. കൊല്ലം പത്തനാപുരത്ത് 11-കാരനോട് അച്ഛൻ കാട്ടിയ ക്രൂരതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പോയതിനാണ് അച്ഛൻ ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് കുട്ടിയെ പൊള്ളിച്ചത്. കേസിൽ കാരൻമൂട് സ്വദേശി വിൻസ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയും മകനെയും ഇയാൾ പതിവായി ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസ് പറയുന്നു. വേനലവധി ആഘോഷിക്കാനായി കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോയതിനാണ് 11-കാരനെ ക്രൂരമായി ഉപദ്രവിച്ചത്. അനുവാദമില്ലാതെ കൂട്ടുകാരോടൊത്ത് കുട്ടി കളിക്കാൻ പോയതിൽ പ്രകോപിതനായ അച്ഛൻ ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് പ്രായപൂർത്തിയാകാത്ത മകനെ പൊള്ളിക്കുകയായിരുന്നു. കുട്ടിയുടെ ഇടത് തുടയിലും കാൽമുട്ടിന് താഴെയും സാരമായി പൊള്ളലേറ്റു. ഇരുമ്പ് കമ്പി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയാണ് തന്നെ പൊള്ളിച്ചതെന്നാണ് കുട്ടിയുടെ മൊഴി. 11-കാരനായ മകനും അമ്മയും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ പത്തനാപുരം കാരൻമൂട് സ്വദേശി വിൻസ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയെയും മകനെയും പ്രതി നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. വിൻസ് കുമാറിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. പത്തനംതിട്ടയിൽ അൾഷിമേഴ്സ് രോഗബാധിതനോട് ഹോം നേഴ്സ് കാട്ടിയ കൊടും ക്രൂരതയെക്കുറിച്ചറിഞ്ഞാൽ തല മരവിച്ചു പോകും. വിമുക്ത ഭടനായ ശശിധരൻ പിള്ളയുടെ മുഖത്ത് വടികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. കട്ടിലിൽ നിന്നും തള്ളിയിട്ട് വലിച്ചിടച്ചു. കുന്നിക്കോട് സ്വദേശി വിഷ്ണു ലഹരി കിട്ടാത്തതിനാണ് ഈ ക്രൂരത കാട്ടിയത്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാര്യയും മകളും സ്ഥലത്തില്ലായിരുന്ന സമയത്താണ് വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന വിഷ്ണു രോഗിയെ ക്രൂരമായി മർദ്ദിച്ചത്. അൾഷിമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലാണ് ഹോം നേഴ്സ് വിഷ്ണു അറസ്റ്റിലായത്. ശശിധര പിള്ളയുടെ മുഖത്തിയാൾ വടികൊണ്ട് കുത്തിപ്പരുക്കേൽപ്പിച്ചു. തലയ്ക്കും ഇടത് കൈമുട്ടിനും കണ്ണിനും മുറിവ് പറ്റി. ഇതിനു പുറമെ തള്ളിയിട്ട് വലിച്ചിഴച്ചതിലൂടെ മുതുകിനും ചതവുണ്ടായി. ശശിധര പിള്ളയുടെ ആരോഗ്യ പരിശോധനാ റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും കണക്കിലെടുത്താണ് വിഷ്ണുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റങ്ങൾ ചുമത്തിയത്. 34 വർഷം പട്ടാളത്തിൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഈ അസുഖം കാരണമാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിനെ നോക്കാൻ ഏൽപ്പിച്ച ആ ഒരു വ്യക്തി
ഇത്ര മൃഗീയമായ രീതിയിലുള്ള ഒരു അദ്ദേഹത്തെ ഉപദ്രവിച്ചപ്പോൾ അദ്ദേഹത്തിന് നൂൽ വസ്ത്രം പോലും ഇല്ലാതെ അദ്ദേഹത്തെ അടുക്കളയിൽ കൊണ്ടുപോയി ഇവൻ എന്തിനുപയോഗിച്ചു അവിടുന്ന് അദ്ദേഹത്തെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ 2 കാലും കഴിഞ്ഞ ദിവസം ഞാൻ പരുമല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ 2 കാലും ഇവൻ തല്ലി ഒടിച്ചതിന് ശേഷമാണ് കെട്ടിവലിച്ചുകൊണ്ട് പോയത്. വളരെ മൃഗീയമായിട്ട് ക്യാമറയുടെ ബാക്കിലാണ് ഇവൻ കൊണ്ടുപോയി തല കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതെന്തിനു വേണ്ടിയാണ് അവൻ ഈ അടുക്കളയിലൊക്കെ കൊണ്ടുപോയതെന്നും ഒക്കെയുള്ളത് വ്യക്തമായിട്ട് കൊണ്ടുവരണം. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി അവന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യം. കഴിഞ്ഞ 23-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഭാര്യയും മകളും സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് ശശിധരൻ പിള്ളയെ ക്രൂരമായി മർദ്ദിച്ചത്. മദ്യപാന ശീലമുള്ള വിഷ്ണു താൽപര്യപ്പെട്ട സമയത്ത് അത് സാധിക്കാതെ വന്നതോടെയാണ് 59-കാരനോട് മോശമായി പെരുമാറിയതെന്നാണ് പോലീസ് പറയുന്നത്. അടൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനം മുഖേന 1.5 മാസം മുൻപാണ് വിഷ്ണു ഇവിടെ ഹോം നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. പ്രണയത്തകർച്ചയും ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായാൽ ആത്മഹത്യയാണോ പരിഹാരം? പ്രാണന് തുല്യം സ്നേഹിച്ച പെണ്ണ് ഒരു ദിവസം പ്രണയത്തിൽ നിന്ന് പിന്മാറിയാൽ അവസാനിക്കുന്നതാണോ നമ്മുടെ ജീവിതം? ചില വിഡ്ഢികളുണ്ട്, പങ്കാളി പിണങ്ങിപ്പോയതിൻ്റെ പേരിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. മലപ്പുറം കുറ്റിപ്പുറത്ത് യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ തീരുമാനിച്ചത് പ്രണയം തകർന്നതിൻ്റെ മനോവിഷമത്തിലാണ്. പ്രണയ നൈരാശ്യത്താൽ ഫേസ്ബുക്കിൽ ലൈവ് നൽകിയ ശേഷം കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ എത്തിയതായിരുന്നു യുവാവ്. എന്നാൽ വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് അയാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ഒടുവിൽ നല്ല ഉപദേശം കൊടുത്താണ് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞാൻ നിനക്ക് അവളെ പിടിച്ചു തരാം, നീ പോരെ, നീ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വാ. റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനെത്തിയ യുവാവിനെ രക്ഷപ്പെടുത്തി കുറ്റിപ്പുറം പോലീസ്. പ്രണയ നൈരാശ്യത്താൽ ഫേസ്ബുക്കിൽ ലൈവ് നൽകിയ ശേഷം കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനായിരുന്നു യുവാവിന്റെ ശ്രമം. പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ കാലടിയിലുള്ള യുവാവിനെയാണ് കുറ്റിപ്പുറം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. യുവാവുമായി പ്രണയത്തിലായിരുന്ന യുവതി ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട ശേഷം കുറ്റിപ്പുറത്തെ റെയിൽവേ ട്രാക്കിലേക്ക് ആത്മഹത്യ ചെയ്യാനെത്തിയത്. പൊന്നാനി പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് യുവാവിന്റെ ലൊക്കേഷൻ കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തിയത്. നിന്റെ എന്ത് പ്രശ്നവും ഞാൻ പരിഹരിച്ചു തരാം, നീ കുറ്റിപ്പുറത്ത് വാ. നീ അവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞാൻ നിനക്ക് അവളെ പിടിച്ചു തരാം, നീ പോരെ, നീ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വാ കേട്ടോ, നീ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വാ കേട്ടോ. പോലീസ് എത്തുമ്പോഴേക്കും യുവാവ് റെയിൽവേ ട്രാക്കിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു. ഇതിനെ തുടർന്ന് ഫോൺ നമ്പറിലേക്ക് എസ്ഐ വിളിക്കുകയും യുവാവിനോട് സംസാരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇയാളെ കണ്ടെത്തിയത്. ഏറെ നേരം നീണ്ട പോലീസുകാരുടെ കൗൺസിലിംഗിനെ തുടർന്നാണ് യുവാവ് ആത്മഹത്യയിൽ നിന്നും പിന്മാറിയത്. അവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞാൻ നിനക്ക് അവളെ പിടിച്ചു തരാം, നീ പോരെ, നീ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വാ. ന്യൂസ് 18 തിരൂർ. ഇടുക്കി അടിമാലിയിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അടിമാലി ടൗണിലെ ഇടവഴികളിൽ മുഖംമൂടി ധരിച്ച് ഒരജ്ഞാതൻ നടന്നു നീങ്ങുന്ന കാഴ്ച കണ്ടാൽ പേടി തോന്നും. വീടുകളിലെ CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും പലർക്കും ഭയമാണ്. സ്ഥലത്ത് മോഷണമോ മോഷണ ശ്രമമോ നടന്നിട്ടില്ല. പിന്നെ എന്തിനാകാം അയാൾ അവിടെ എത്തിയത്? രാത്രി സമയങ്ങളിൽ അടിമാലിയിലെത്തുന്ന അജ്ഞാതനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അടിമാലി ടൗൺ പരിസരത്ത് കോയക്കുടി ഭാഗത്താണ് ഇടവഴിയിൽ മുഖംമൂടി ധരിച്ച ആളുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. വീടുകൾക്ക് സമീപത്തെ ഇടവഴിയിലൂടെ അജ്ഞാതൻ നടന്നു നീങ്ങുന്ന ദൃശ്യം പ്രദേശത്തെ ഒരു ക്യാമറയിൽ പതിഞ്ഞു. അതേസമയം ഇവിടെ മോഷണങ്ങളോ മോഷണ ശ്രമങ്ങളോ ഒന്നും നടന്നതായി റിപ്പോർട്ടുകളില്ല. ഇയാൾ വീടുകളുടെ വളപ്പിനുള്ളിൽ കയറി ജനാലകളുടെ ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞതായും
ചിലർ പറയുന്നുണ്ട്. പ്രദേശത്തെ വീടുകളിലൊന്നിൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ മറ്റൊരു വീട്ടിൽ കണ്ടെത്തിയതോടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നി തുടങ്ങിയത്. ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാൾ നടന്നു നീങ്ങുന്നത് കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിലുള്ളവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ്. 5 പേരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി തസ്ലീമ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. നടന്മാർക്ക് പുറമെ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശിനി, ബിഗ് ബോസ് താരം ജിൻഡോ, സിനിമാ നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവരോട് തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ 5 പേരോട് ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. നടന്മാർക്ക് പുറമെ മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശിനി, ബിഗ് ബോസ് താരം ജിൻഡോ, സിനിമാ നിർമ്മാതാക്കളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന യുവാവ് എന്നിവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി തസ്ലിമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണെന്നതിൽ വ്യക്തത വരുത്താനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ലഹരി ഇടപാടുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും. കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും ഒരുമിച്ചും ഒറ്റയ്ക്കിരുത്തിയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പ്രതികൾ പൂർണ്ണമായും സഹകരിച്ചില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞുവെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കഞ്ചാവ് കടത്തിൽ നടന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെങ്കിൽ തെളിവുകൾ ശേഖരിച്ച് പ്രതി ചേർക്കാനാണ് നീക്കം. ചോദ്യം ചെയ്യലിൽ വേണ്ടത്ര തെളിവ് ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. 2 നടന്മാരെയും മോഡലായ യുവതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് പറയുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. എറണാകുളത്തെ ഇവർ താമസിച്ച 2 ഹോട്ടലുകളിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കിയതാണ്. തസ്ലീമയുടെ പെൺവാണിഭ ഇടപാടുകളെക്കുറിച്ചും സുൽത്താൻ അക്ബർ അലിയുടെ രാജ്യാന്തര സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും എക്സൈസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് പോലീസിന് കൈമാറാനാണ് ആലോചന. ന്യൂസ് 18 കൊച്ചി. എളുപ്പത്തിൽ പണം കണ്ടെത്താൻ ഇപ്പോൾ യുവാക്കൾ പ്രയോഗിക്കുന്ന മാർഗമാണ് ലഹരിക്കടത്ത്. വിദേശത്തു നിന്നും കേരളത്തിലേക്കും ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും ലഹരി എത്തിച്ചാൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം. എന്നാൽ പിടിക്കപ്പെട്ടാൽ പിന്നെ ജീവിതം അഴിക്കുള്ളിലാകുമെന്ന് ഓർത്തോണം. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോകാനായി എത്തിച്ച കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കസ്റ്റംസ് പിടിച്ചെടുത്തു. ഇതോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും വൻ ലഹരി വേട്ടയാണ് നടന്നത്. ഹൈബ്രിഡ് കഞ്ചാവും ബ്രൗൺ ഷുഗറും MDMAയും അടക്കം കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. $5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കൊച്ചിയിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത്. റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പിടിച്ചെടുക്കുകയായിരുന്നു. മലപ്പുറം സ്വദേശി ഷിബുവിനെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം പരുത്തിക്കുഴിയിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. പരുത്തിക്കുഴി സ്വദേശി അനസാണ് പിടിയിലായത്. കോഴിക്കോട് കാരശ്ശേരിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ നടന്ന പരിശോധനയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. പൊതിഞ്ഞ് അരിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബ്രൗൺ ഷുഗർ.
മലയോര മേഖലയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ സിന്തറ്റിക് ലഹരികളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നു എന്ന വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് പരിശോധന. അസം സ്വദേശികളായ ആഷിഖ്, ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം പിടികൂടി. കൊല്ലം ആര്യങ്കാവിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 12.5 കിലോ കഞ്ചാവാണ് പിടിച്ചത്. തെങ്കാശിയിൽ നിന്ന് കായംകുളത്തേക്കുള്ള ബസ് തടഞ്ഞായിരുന്നു എക്സൈസിന്റെ പരിശോധന. പാലക്കാട് സ്വദേശികളായ മുബഷീർ, പ്രജോഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ നിന്ന് വാങ്ങിയ കഞ്ചാവ് എറണാകുളത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും പിടിയിലായി. എറണാകുളത്തെ മൊത്ത വിതരണക്കാരന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. കാസർകോട് മാങ്ങാട് ഹോട്ടൽ ഉടമയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 11 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ സഹോദരങ്ങളായ സമീർ, മുനീർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളെ പിടികൂടാനായിട്ടില്ല. കാസർകോട്, മംഗളൂരു ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലെ ഹോട്ടൽ ശൃംഖല ഉടമയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത്. അജാനൂർ കടപ്പുറത്തും മുറിയനാവിയിലും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ 2 നിന്നും MDMA പിടികൂടി. അജാനൂർ കടപ്പുറത്തെ നൌഷാദിന്റെ വീട്ടിൽ നിന്നും 1.79 ഗ്രാം MDMAയും ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടിച്ചത്. പ്രതി ഓടി രക്ഷപ്പെട്ടു. മുറിയനാവിയിൽ ഷാജഹാൻ അബൂബക്കറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 3.610 ഗ്രാം MDMA പിടികൂടി. മാങ്ങാട് ആര്യടുക്കത്ത് നടത്തിയ പരിശോധനയിൽ MDMAയുമായി ഒരാൾ അറസ്റ്റിലായി. റിസ്വാനാണ് മേൽപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. ഇതിനു പുറമെ പൂച്ചക്കാട് സ്വദേശി താജുദ്ദീൻ, കാസർകോട് ചൌക്കിയിലെ മുഹമ്മദ് സുഹൈബ് എന്നിവരിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്വർണ്ണവില കുതിക്കുമ്പോൾ അതിൻ്റെ പേരിൽ തട്ടിപ്പുമായി പലരും ഇറങ്ങിയിട്ടുണ്ട്. സ്വർണ്ണ കച്ചവടത്തിൽ പണം നിക്ഷേപിച്ചാൽ വലിയ ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. പിന്നീട് പണവുമായി മുങ്ങുന്നതാണ് ഇവരുടെ രീതി. ഇടുക്കി അടിമാലിയിൽ സ്വർണ്ണ വ്യാപാരത്തിൻ്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരവധി പേരിൽ നിന്നും പണം തട്ടിയെടുത്തതായി പരാതി. ഇങ്ങനെ വലിയ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തട്ടിപ്പ് സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരത്തിന്റെ ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിച്ച് അടിമാലിയിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായാണ് പരാതി. സംഭവത്തിൽ ഒരാൾ മാത്രമാണ് പരാതി നൽകിയതായി പോലീസ് പറയുന്നത്. പ്രതിയുടെ വിശദാംശങ്ങളടക്കം ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. തട്ടിപ്പ് നടത്തിയയാൾ ആദ്യം സമീപിച്ചവർക്ക് ലാഭവിഹിതമായി കുറച്ചു തുക നൽകി വിശ്വാസം നേടിയെടുത്തിരുന്നു. ഇതോടെ കൂടുതൽ പേർ പണം നൽകിയെങ്കിലും പിന്നീട് ലാഭവിഹിതമോ നിക്ഷേപിച്ച തുകയോ നൽകിയില്ല. ലാഭവും ലഭിക്കാതെ വന്നതോടെ ആളുകൾ രഹസ്യമായി പോലീസിൽ വിവരം നൽകി. വലിയ തോതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാലാണ് പരാതിക്കാരെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാൻ പോലീസ് തയ്യാറാകാത്തത്. ന്യൂസ് 18 ഇടുക്കി. തൊഴിൽ രഹിതനായ ചെറുപ്പക്കാരെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയും ഒരു ജോലി തരപ്പെടുത്താൻ എത്ര പണം മുടക്കാനും അവർ തയ്യാറാണ്. ഹൈക്കോടതിയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കൊച്ചി സ്വദേശിയായ യുവാവിൽ നിന്ന് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ചിറ്റൂർ സ്വദേശി ശ്രീകുമാറിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഹൈക്കോടതിയിലെ ഡ്രൈവറും ബന്ധുവായ യുവതിയും ചേർന്ന് വിവിധ കാലയളവിൽ 5 ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി. പ്രതികൾക്കെതിരെ IPC 406, 420, 34 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. 2013 എറണാകുളം ചിറ്റൂർ സ്വദേശി ശ്രീകുമാറിന്
ഹൈക്കോടതിയിൽ അറ്റൻഡറായി ജോലി വാഗ്ദാനം ചെയ്ത് അകന്ന ബന്ധു കൂടിയായ തൃപ്പൂണിത്തുറ സ്വദേശി യമുന പണം വാങ്ങുന്നത്. യമുന പരിചയപ്പെടുത്തിയ കേരള ഹൈക്കോടതിയിലെ ഡ്രൈവറായ മോഹൻകുമാർ വഴി ജോലി തരപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ഇതനുസരിച്ച് ശ്രീകുമാർ 2013 ഡിസംബർ 21 1 ലക്ഷം രൂപയുടെ ചെക്ക് നൽകി. തുടർന്ന് പലതവണയായി 5 ലക്ഷം രൂപ ശ്രീകുമാറിന്റെ കയ്യിൽ നിന്നും പണമായും ചെക്കായും പ്രതികൾ വാങ്ങിയതായും പരാതിയിൽ പറയുന്നു. ഹൈക്കോടതിയിൽ അറ്റൻഡർ നിയമനം പരീക്ഷ വഴി മതിയെന്ന തീരുമാനം വന്നതോടെ പ്രതികൾ ഉരുണ്ടുകളിക്കാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ചോദ്യപേപ്പർ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞായിരുന്നു തുടർന്ന് തട്ടിപ്പ് നടത്തിയത്. 10ഓളം പേർക്ക് നിയമനം നൽകാനുണ്ടെന്നും പ്രതികൾ ശ്രീകുമാറിനോട് പറഞ്ഞു. ഒടുവിൽ ഒപ്പം പരീക്ഷ എഴുതിയ മറ്റു ചിലർക്ക് നിയമനം ലഭിച്ചതോടെയാണ് താൻ പറ്റിക്കപ്പെടുകയായിരുന്നെന്ന് ശ്രീകുമാറിന് മനസ്സിലായത്. പണം തിരികെ ചോദിച്ചതോടെ പ്രതികളുടെ മട്ടുമാറി. പണം വാങ്ങിയത് മോഹനാണെന്ന് യമുനയാണ് വാങ്ങിയതെന്ന് ഡ്രൈവർ മോഹനും പറഞ്ഞു തുടങ്ങിയതോടെയാണ് ശ്രീകുമാർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. 14 വർഷമായി പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയായിരുന്നു ഇഞ്ചി ബിജു എന്ന ബിജു. കോടാലി ശ്രീധരന്റെ സംഘത്തിലെ പ്രധാനി. ഒരു കുഴൽപ്പണ കവർച്ചാ കേസിൽ പ്രതിയായതോടെ നാടുവിട്ടതാണ്. പിന്നീട് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലായി ഒളിജീവിതം. തിരൂർ മജിസ്ട്രേറ്റ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചതോടെ പോലീസ് പലയിടത്തും ബിജുവിനായി ബലവിരിച്ചിരുന്നു. ഒടുവിൽ 14 വർഷത്തിന് ശേഷം ഇഞ്ചി ബിജു അറസ്റ്റിലായിരിക്കുന്നു. കുറ്റിപ്പുറം പോലീസ് പാലാ ഭരണങ്ങാനത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കുറ്റിപ്പുറം പള്ളിപ്പടിയിൽ വെച്ച് കുഴൽപ്പണ കവർച്ചയ്ക്ക് ശ്രമിച്ച കോടാലി ശ്രീധരന്റെ സംഘത്തിലെ പ്രധാനിയാണ് ഇഞ്ചി ബിജു. കേസിൽ അന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 14 വർഷത്തിനു ശേഷം കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഇഞ്ചി ബിജു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബിജു ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ കുറ്റിപ്പുറം SHO നൌഫലിന്റെ നിർദ്ദേശപ്രകാരം SI സുധീറിന്റെ നേതൃത്വത്തിൽ പാലാ ഭരണങ്ങാനത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ തിരൂർ മജിസ്ട്രേറ്റ് കോടതി നേരത്തെ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന ഇഞ്ചി ബിജുവിനെ വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റിപ്പുറം പോലീസിന് വലയിലാക്കാനായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. മലപ്പുറം താനൂരുകാരുടെ ഉറക്കം കെടുത്തിയ കള്ളൻ. കോഴിക്കോട് കല്ലായി സ്വദേശി റംഷാദ് പോലീസിനെ കുറേ വട്ടം കറക്കിയതാണ്. വാഹനങ്ങളും മൊബൈൽ ഫോണുകളും വാഹനങ്ങളുടെ ബാറ്ററിയും മാത്രം മോഷ്ടിക്കുന്നതാണ് ഇയാളുടെ രീതി. എന്നാൽ ഇത്തവണ റംഷാദിന് പിടിവീണു. താനൂരിലെ മോഷണ പരമ്പരയിൽ മണിക്കൂറുകൾക്കകം തന്നെ കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വിവിധ സ്റ്റേഷനുകളിലായി 50ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് റംഷാദ്. കഴിഞ്ഞ ദിവസം താനൂർ നടക്കാവിൽ 3 ലോറികളിലെ 6 ബാറ്ററികളും താനൂരിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 2 മോട്ടോർ സൈക്കിളുകളും മൊബൈൽ ഫോണുകളും റംഷാദ് മോഷ്ടിച്ചിരുന്നു. മോഷണത്തിന് ശേഷം വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ഇയാൾ കടന്നു കളഞ്ഞു. ജില്ലാ പോലീസ് സൂപ്രണ്ട് R വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി P പ്രമോദ്, CI ടോണി മച്ചം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ചാണ് പോലീസ് സംഘം അന്വേഷണം നടത്തിയത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി റംഷാദിന്റെ പേരിൽ 50ഓളം മോഷണ കേസുകൾ നിലവിലുണ്ട്.
ന്യൂസ് 18 തിരൂർ. പാലക്കാട് ഒറ്റപ്പാലം മരിച്ചീരി മേഖലയിൽ BJPയും CPMും തമ്മിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊടുവിൽ സംഘർഷത്തിലാണ് കലാശിച്ചത്. കിള്ളിക്കാവ് പൂരത്തിനിടെയാണ് BJP DYFI പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. 3 DYFI പ്രവർത്തകർക്ക് മർദ്ദനമേറ്റെന്നാണ് പരാതി. DYFI ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ ദാസ്, ബിബിൻ, വിഘ്നേഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 7:30 മനുശ്ശേരി കിള്ളിക്കാവിലെ പൂരം നടക്കുന്ന പാടത്തായിരുന്നു സംഭവം. ബിബിനെയും വിഘ്നേഷിനെയും മനുശ്ശേരി ആറംകുളത്ത് നിന്നെത്തിയ BJP പ്രവർത്തകർ മർദ്ദിക്കുന്നത് കണ്ട് ചോദിക്കാൻ വന്നതായിരുന്നു DYFI ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ ദാസ്. ഇതിനിടയിലാണ് ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടായത്. കെ രാഹുൽദാസ്, വിപിൻ, വിഘ്നേഷ് എന്നിവർ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടിയെടുക്കണമെന്ന് DYFI പ്രവർത്തകരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. പ്രാദേശികമായുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുന്നിലേക്ക് എറിഞ്ഞത് സ്ഫോടക വസ്തുവാണോ അതോ പടക്കമാണോ? അജ്ഞാതർ പടക്കം പോലെ തോന്നിക്കുന്ന സ്ഫോടക വസ്തു എറിഞ്ഞെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പരാതി. 2 തവണ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറി ഉണ്ടായി. ബൈക്കുകളിലെത്തിയ 4 പേരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. ശോഭയുടെ വീടാണെന്ന് കരുതി എറിഞ്ഞതാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂർ അയ്യന്തോളിലെ വീടിന് മുന്നിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത്. ശോഭ വീട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു പൊട്ടിത്തെറി. ബൈക്കിലെത്തിയ 4 പേരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് വിവരം. വീടിന് മുന്നിലെ റോഡിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തനിക്ക് നേരെയുണ്ടായ ആക്രമണമാണിതെന്നും സംഭവത്തിന് പിന്നിൽ ആരാണെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു. രാത്രിയിൽ തന്റെ വാഹനം പുറത്തേക്ക് പോയിരുന്നു. വെള്ള നിറമുള്ള കാർ പോർച്ചിൽ കിടക്കുന്ന വീടെന്നായിരിക്കാം അക്രമികൾക്ക് ലഭിച്ച നിർദ്ദേശം. അതുകൊണ്ടാകാം തന്റെ വീടിന് എതിർവശത്തുള്ള വീടിന് നേരെ ആക്രമണം നടന്നത്. പടക്കം പൊട്ടിക്കേണ്ട യാതൊരു സാഹചര്യവും പ്രദേശത്തുണ്ടായിരുന്നില്ല. താൻ കശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വീട്ടിൽ പോയതായിരുന്നു. അതിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നും ശോഭ പറയുന്നു. 10:43-44 ആ സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തി. ആക്രമണത്തിന്റെ പ്രകോപനം എന്തെന്ന് വ്യക്തമല്ല. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ഇത് പടക്കമോ മറ്റോ ആയിരിക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പടക്കത്തിൽ ഉപയോഗിക്കുന്ന തരം തിരി ഇവിടെ കണ്ടെത്തിയിരുന്നു. വീട് മാറി എറിഞ്ഞതാകാമെന്നും സംശയമുണ്ട്. ബൈക്കിലെത്തിയ 4 പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. ജില്ലയിലെ BJP നേതാക്കളുടെ വീടുകൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന നടിമാരുടെ പരാതിയിൽ ആറാട്ടിൽ നിന്ന് സന്തോഷ് വർക്കി റിമാൻഡിൽ. അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നും നടിമാരെ അപമാനിച്ചെന്നുമുള്ള പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിമുറ്റത്തെ മാതാവിന്റെ പ്രതിമ തകർത്തയാൾ പിടിയിൽ. തുമ്പ കിൻഫ്രയ്ക്ക് സമീപം താമസിക്കുന്ന മാർട്ടിൻ തങ്കച്ചൻ ആണ് പിടിയിലായത്.
ഇടുക്കി തേക്കടിയിൽ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരൻ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് ഡ്രൈവറെ വലിച്ചു താഴെയിട്ടു. കുമളി താമരക്കണ്ടം സ്വദേശി ജയചന്ദ്രന് നേരെയാണ് അതിക്രമം. സ്ത്രീകളുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് ആനന്ദം കണ്ടെത്തുന്ന ചില മനോരോഗികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയിൽ നിന്ന് സ്ത്രീകളുടെ ഫോട്ടോകൾ ശേഖരിച്ച് നഗ്നചിത്രങ്ങളാക്കി പ്രചരിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി. ഇതിനായി വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടും രൂപീകരിക്കും. ഫേസ്ബുക്കിൽ കാത്തു, മെസ്സഞ്ചറിൽ ശ്രീകുട്ടി എന്ന ഗ്രൂപ്പുകളിലാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇടുന്നത്. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശികളായ 8 സ്ത്രീകളുടെ ഫോട്ടോകൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം നടത്തി. അപ്പോഴാണ് ഈ സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. കേസിൽ വൈക്കം ടീപുരം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 14 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ഉൾപ്പെടെ ഫോട്ടോകൾ ഇങ്ങനെ മോശമായി പ്രചരിപ്പിച്ചു. ഇതിൽ പോക്സോ വകുപ്പ് പ്രകാരവും പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയുടെ ഫോണിൽ 1000-ഓളം സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉണ്ടെന്നാണ് വിവരം. ഭാര്യയും കുടുംബമൊക്കെയുള്ള ആളാണ് ഈ വൃത്തികേട് ചെയ്തെന്ന് കൂടി ഓർക്കണം. ഇവനെപ്പോലുള്ള ഞരമ്പ് രോഗികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണോ അതോ നല്ല ചികിത്സയാണോ കൊടുക്കേണ്ടത്? ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.